ഗൾഫിലെ ചുട്ടുപൊള്ളുന്ന വേനൽക്കാലം ആരംഭിക്കുമ്പോൾ പ്രവാസികളുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തുന്നത് നാട്ടിലേക്കുള്ള യാത്രകളെക്കുറിച്ചോ അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പമുള്ള അവധിക്കാല വിനോദ യാത്രകളെക്കുറിച്ചോ ആയിരിക്കാം. വിമാന ടിക്കറ്റുകൾക്കും ഹോട്ടൽ ബുക്കിങ്ങുകൾക്കുമായി ഇന്റർനെറ്റിൽ തിരച്ചിൽ നടത്തുന്ന ഈ സമയമാണ് അദൃശ്യരായ ഒരു കൂട്ടം കുറ്റവാളികൾ തങ്ങളുടെ വേട്ടയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. സാങ്കേതികവിദ്യയുടെ വികാസത്തിനൊപ്പം ഡിജിറ്റൽ ഇടപാടുകൾ നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിയപ്പോൾ അതിലെ പഴുതുകൾ മുതലെടുക്കാൻ സൈബർ തട്ടിപ്പുകാരും പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ്. ലളിതമായ SMS-കളിൽ തുടങ്ങി നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെയുള്ള അത്യാധുനിക ആൾമാറാട്ടങ്ങളിൽ വരെ എത്തി നിൽക്കുന്ന ഈ സൈബർ കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി നാം ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. അവധിക്കാലം എന്നത് മനുഷ്യർ ഏറ്റവും കൂടുതൽ പണം ചെലവാക്കാൻ തയ്യാറാകുന്ന സമയമാണ്. വലിയ വിലക്കുറവിൽ വിമാന ടിക്കറ്റുകളും ആകർഷകമായ ടൂറിസം പാക്കേജുകളും ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന ചിന്തയാണ് പലപ്പോഴും ഉപഭോക്താക്കളെ അപകടത്തിലേക്ക് നയിക്കുന്നത്. പ്രവാസികളുടെ ഈ മാനസികാവസ്ഥയാണ് സൈബർ മാഫിയ കൃത്യമായി ചൂഷണം ചെയ്യുന്നത്. പ്രശസ്തമായ എയർലൈനുകളുടെയോ ട്രാവൽ ഏജൻസികളുടെയോ പേരുകളിൽ വരുന്ന ഓഫർ സന്ദേശങ്ങൾ കാണുമ്പോൾ അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാൻ പോലും നിൽക്കാതെ പലരും ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. യഥാർത്ഥ വെബ്സൈറ്റുകളെ വെല്ലുന്ന രീതിയിലുള്ള വ്യാജ വെബ്സൈറ്റുകളിലേക്കായിരിക്കും ഈ ലിങ്കുകൾ നിങ്ങളെ നയിക്കുന്നത്. അവിടെ നിങ്ങളുടെ ബാങ്ക് വിവരങ്ങളോ ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങളോ നൽകുന്ന നിമിഷം തന്നെ അക്കൗണ്ടിലെ പണം മുഴുവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. മനുഷ്യന്റെ അത്യാഗ്രഹത്തെയും അശ്രദ്ധയെയും ഒരേ സമയം ചൂഷണം ചെയ്യുന്ന തന്ത്രമാണിത്. സൈബർ തട്ടിപ്പുകളുടെ ചരിത്രത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധത്തിലുള്ള മാറ്റങ്ങളാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വരവോടെ ഉണ്ടായിരിക്കുന്നത്. ഡിജിറ്റൽ സ്വകാര്യത എന്ന സങ്കല്പത്തെ തന്നെ കാറ്റിൽ പറത്തുന്ന രീതിയിലാണ് തട്ടിപ്പുകാർ AI സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നത്. മുൻപൊക്കെ വ്യാജ ഇമെയിലുകളോ സന്ദേശങ്ങളോ വരുമ്പോൾ അതിലെ അക്ഷരത്തെറ്റുകൾ കൊണ്ടോ വാക്യഘടനയിലെ പിഴവുകൾ കൊണ്ടോ അവ എളുപ്പത്തിൽ തിരിച്ചറിയാമായിരുന്നു. എന്നാൽ ഇന്ന് AIയുടെ സഹായത്തോടെ തികച്ചും ഔദ്യോഗികമെന്ന് തോന്നിക്കുന്ന വ്യാകരണ പിഴവുകളില്ലാത്ത സന്ദേശങ്ങൾ നിർമ്മിക്കാൻ തട്ടിപ്പുകാർക്ക് നിഷ്പ്രയാസം സാധിക്കുന്നു. അതിലും ഭയാനകമായ വസ്തുത ഡീപ് ഫേക്ക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള വീഡിയോ വോയിസ് കോളുകളാണ്. നിങ്ങൾക്ക് പരിചയമുള്ള ഒരു ട്രാവൽ ഏജന്റിന്റെയോ അല്ലെങ്കിൽ ബാങ്ക് ഉദ്യോഗസ്ഥന്റെയോ ശബ്ദവും രൂപവും കൃത്രിമമായി സൃഷ്ടിച്ച് നിങ്ങളെ ബന്ധപ്പെടുമ്പോൾ സംശയത്തിന്റെ ഒരു കണിക പോലും അവശേഷിപ്പിക്കാതെ നിങ്ങൾ അവർക്ക് മുന്നിൽ കീഴടങ്ങുന്നു. UAE സൈബർ സുരക്ഷാ കൗൺസിലിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഈ പ്രതിസന്ധിയുടെ യഥാർത്ഥ ചിത്രം വ്യക്തമാകും. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സൈബർ കുറ്റകൃത്യങ്ങളിൽ 75% നടക്കുന്നത് വ്യാജ ഇമെയിലിലൂടെയും മെസ്സേജുകളിലൂടെയുമാണ്. ആഗോളതലത്തിൽ പ്രതിദിനം ഏകദേശം 3.5 ബില്യൺ വ്യാജ സന്ദേശങ്ങളാണ് തട്ടിപ്പുകാർ ആളുകളിലേക്ക് എത്തിക്കുന്നത്. ഇതിലേറ്റവും ഞെട്ടിക്കുന്ന വസ്തുത എന്തെന്നാൽ നിലവിൽ നടക്കുന്ന തട്ടിപ്പുകളിൽ 90%വും AI അധിഷ്ഠിതമാണ് എന്നതാണ്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ മാത്രം UAE-യിൽ 40,000-ലധികം താമസക്കാരാണ് ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയായത്. ദശലക്ഷക്കണക്കിന് ഡോളറാണ് ഇത്തരത്തിൽ പ്രവാസികൾക്ക് നഷ്ടമായിട്ടുള്ളത്. ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത് കേവലം ഒറ്റപ്പെട്ട സംഭവങ്ങളിലേക്കല്ല, മറിച്ച് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന വലിയൊരു സാങ്കേതിക മാഫിയയിലേക്കാണ്. സാങ്കേതികവിദ്യ എത്രത്തോളം വളരുന്നുവോ അത്രത്തോളം തന്നെ നമ്മുടെ ജാഗ്രതയും വർദ്ധിക്കേണ്ടതുണ്ട്. ഏതൊരു ഓഫർ കാണുമ്പോഴും അത് വിശ്വസിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക വെബ്സൈറ്റുകൾ സന്ദർശിച്ച് ഉറപ്പുവരുത്തുക എന്നതാണ് പ്രാഥമികമായി ചെയ്യേണ്ടത്. SMS ആയോ വാട്സാപ്പ് വഴിയോ വരുന്ന അപരിചിതമായ ലിങ്കുകളിൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഓൺലൈൻ പണമിടപാടുകൾ നടത്തുമ്പോൾ സുരക്ഷിതമായ പേയ്മെന്റ് ഗേറ്റ്വേകളാണോ ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പാക്കുക. ബാങ്കിംഗ് സംബന്ധമായ പാസ്വേഡുകളോ OTPകളോ യാതൊരു കാരണവശാലും മറ്റൊരാളുമായി പങ്കുവെക്കരുത്. നിങ്ങളുടെ ഡിജിറ്റൽ ഐഡന്റിറ്റി നിങ്ങളുടെ സ്വന്തം അസ്തിത്വം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. AIയും ഡീപ് ഫേക്കും പോലെയുള്ള സാങ്കേതിക വിദ്യകൾ തട്ടിപ്പുകാർ ആയുധമാക്കുന്ന ഈ പുതിയ കാലത്ത് കേവലം ഒരു അശ്രദ്ധ മതി നിങ്ങളുടെ വർഷങ്ങളുടെ അധ്വാനം ഇല്ലാതാകാൻ. അതിനാൽ ഡിജിറ്റൽ ലോകത്തെ ഓരോ ചുവടുവെപ്പിലും മുൻകരുതലുകൾ എടുക്കുകയും സംശയം തോന്നുന്ന എന്തിനേയും ചോദ്യം ചെയ്യാനുള്ള മാനസികാവസ്ഥ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് ഈ സൈബർ കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക പോംവഴി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.